ഒരു ചെറിയ ഗ്രാമത്തിൽ രാഹുൽ എന്നൊരു ബാലൻ ജീവിച്ചിരുന്നു. അവന്റെ കുടുംബം വളരെ ദരിദ്രമായിരുന്നു. അച്ഛൻ ഒരു കൂലിത്തൊഴിലാളിയായിരുന്നു. ദിവസവും കഠിനമായി ജോലി ചെയ്താലേ കുടുംബത്തിന് ഭക്ഷണം കിട്ടുകയുള്ളൂ. അമ്മ മറ്റുള്ളവരുടെ വീട്ടിൽ ജോലി ചെയ്ത് കുടുംബത്തെ സഹായിക്കുമായിരുന്നു. അവരുടെ വീട് വളരെ പഴയതും ചെറുതുമായിരുന്നു. മഴക്കാലത്ത് മേൽക്കൂരയിൽ നിന്നു വെള്ളം ചോർന്നു വീഴും. ചിലപ്പോൾ വീടിനകത്ത് പാത്രങ്ങൾ വെച്ച് വെള്ളം തടയേണ്ടിവരും. എന്നാൽ ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും രാഹുലിന്റെ മനസ്സിൽ ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ഒരു ദിവസം അവനൊരു വലിയ ശാസ്ത്രജ്ഞനായി മാറണം. രാഹുൽ ചെറുപ്പം മുതൽ പഠനത്തെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. സ്കൂളിൽ പോകാൻ അവൻ ദിവസവും 3 മുതൽ 4 കിലോമീറ്റർ വരെ നടന്നു പോകേണ്ടിവരും. രാവിലെ വളരെ നേരത്തെ എഴുന്നേറ്റ് ആദ്യം അമ്മയെ വീട്ടുജോലികളിൽ സഹായിക്കും. ചിലപ്പോൾ വെള്ളം കൊണ്ടുവരാനും ചിലപ്പോൾ ചെറിയ ജോലികൾ ചെയ്യാനും അവൻ സഹായിക്കുമായിരുന്നു. അതിനുശേഷമാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. പഴയ ബാഗും പഴകിയ പുസ്തകങ്ങളും കൊണ്ടാണ് അവൻ പഠിച്ചത്. പുതിയ പുസ്തകങ്ങൾ വാങ്ങാൻ പണമില്ലാത്തതിനാൽ ചിലപ്പോൾ സുഹൃത്തുക്കളിൽ നിന്ന് പുസ്തകങ്ങൾ കടം വാങ്ങി വായിക്കേണ്ടിവരും. സ്കൂളിൽ ചില കുട്ടികൾ അവന്റെ പഴയ വസ്ത്രങ്ങളും ചെരുപ്പും കണ്ടു പരിഹസിക്കുമായിരുന്നു. ഇവനൊക്കെ വലിയ ആളാവുമോ എന്ന് ചിലർ ചിരിക്കും. ആദ്യം ഈ വാക്കുകൾ രാഹുലിനെ വേദനിപ്പിച്ചു. എന്നാൽ ഒരു ദിവസം അവന്റെ അധ്യാപകൻ അവനെ വിളിച്ചു പറഞ്ഞു, രാഹുൽ, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിന്റെ സ്വപ്നം ഉപേക്ഷിക്കരുത്. നീ പരിശ്രമിച്ചാൽ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അധ്യാപകന്റെ ആ വാക്കുകൾ രാഹുലിന്റെ മനസ്സിൽ വലിയ ശക്തി നൽകി. അന്നു മുതൽ അവൻ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ തുടങ്ങി. രാത്രിയായാൽ വീട്ടിൽ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. വൈദ്യുതിയില്ലായിരുന്നു. അതിനാൽ പഠിക്കാൻ വെളിച്ചം ലഭിക്കാറില്ല. രാഹുൽ ഒരു ചെറിയ കെറോസിൻ വിളക്കിന്റെ വെളിച്ചത്തിൽ പഠിക്കാൻ ശ്രമിച്ചു. എന്നാൽ ചില ദിവസങ്ങളിൽ കെറോസീനും കിട്ടാറില്ല. അപ്പോൾ അവൻ ഗ്രാമത്തിലെ ഒരു തെരുവ് ലൈറ്റിന്റെ കീഴിൽ പോയി ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. വഴിയിലൂടെ പോകുന്ന ആളുകൾ അവനെ കണ്ടു പലവിധം പ്രതികരിക്കും. ചിലർ അവനെ അഭിനന്ദിക്കും. ചിലർ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്തു പ്രയോജനം എന്ന് ചോദിക്കും. പക്ഷേ രാഹുൽ ഒരിക്കലും തന്റെ ലക്ഷ്യം മറന്നില്ല. ഒരു ദിവസം സ്കൂളിൽ ശാസ്ത്ര പ്രദർശനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. ഓരോ വിദ്യാർത്ഥിയും ഒരു ശാസ്ത്ര മോഡൽ തയ്യാറാക്കണം. രാഹുലിന് അതിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ അതിനായി സാധനങ്ങൾ വാങ്ങാൻ പണമില്ലായിരുന്നു. കുറച്ചു സമയം അവൻ നിരാശനായി. പിന്നീട് അവൻ തീരുമാനിച്ചു, പണമില്ലെങ്കിലും ഞാൻ ശ്രമിക്കണം. അവൻ ഗ്രാമത്തിലെ പഴയ സാധനങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. പഴയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, കാർഡ്ബോർഡ്, വയറുകൾ, പഴകിയ കളിപ്പാട്ടങ്ങളുടെ ഭാഗങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ച് അവനൊരു ചെറിയ കാറ്റാടിയന്ത്രത്തിന്റെ മാതൃക ഉണ്ടാക്കി. പ്രദർശനദിനം എത്തിയപ്പോൾ സ്കൂളിൽ വലിയ ആവേശമുണ്ടായിരുന്നു. പല വിദ്യാർത്ഥികളും മനോഹരമായ മോഡലുകൾ കൊണ്ടുവന്നു. ചിലത് വളരെ വിലകൂടിയ സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയതായിരുന്നു. ആദ്യം രാഹുലിന് ഭയം തോന്നി. എന്റെ മോഡൽ ഇവയുടെ മുന്നിൽ ചെറുതായി തോന്നുമോ എന്നവൻ വിചാരിച്ചു. എന്നാൽ അവന്റെ അധ്യാപകൻ അവനെ ധൈര്യപ്പെടുത്തി. ജഡ്ജിമാർ ഓരോ മോഡലും പരിശോധിച്ചു. അവർ രാഹുലിന്റെ മോഡലിന്റെ മുന്നിലെത്തിയപ്പോൾ അവനോട് വിശദീകരിക്കാൻ പറഞ്ഞു. രാഹുൽ ആത്മവിശ്വാസത്തോടെ കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് വൈദ്യുതി എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് പറഞ്ഞു. അവൻ ലളിതമായ ഭാഷയിൽ അതിന്റെ പ്രവർത്തനം വിശദീകരിച്ചു. അവസാനം ഫലം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. 1ാം സമ്മാനം രാഹുലിനായിരുന്നു. കാരണം അവന്റെ മോഡൽ വളരെ ലളിതമായ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയതായിരുന്നെങ്കിലും അതിന്റെ ആശയം വളരെ നല്ലതായിരുന്നു. ആ ദിവസം രാഹുൽ മനസ്സിലാക്കി, സാധനങ്ങൾ കുറവായാലും വലിയ ആശയങ്ങളുണ്ടാകാം. ആ വിജയത്തിനു ശേഷം അധ്യാപകർ അവനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. അവർ അവന് കൂടുതൽ പുസ്തകങ്ങൾ നൽകി. രാഹുൽ ദിവസവും കൂടുതൽ സമയം പഠിക്കാൻ തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയി.
സ്കൂളിലെ പ്രധാന പരീക്ഷകളിൽ അവൻ മികച്ച വിജയം നേടി. പിന്നീടൊരു നല്ല കോളേജിൽ പഠിക്കാൻ അവന് സ്കോളർഷിപ്പ് ലഭിച്ചു. കോളേജിലെ ജീവിതവും എളുപ്പമല്ലായിരുന്നു. പുതിയ നഗരത്തിൽ താമസിക്കാനും പഠിക്കാനും അവന് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു. ചിലപ്പോൾ പണം കുറവായതിനാൽ അവൻ ചെറിയ ജോലികളും ചെയ്തു. പക്ഷേ പഠനം ഒരിക്കലും ഉപേക്ഷിച്ചില്ല. അവൻ ശാസ്ത്രഗവേഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. വർഷങ്ങൾക്കുശേഷം അവന്റെ ഗവേഷണങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ നേടി. അവൻ പുതിയ കണ്ടെത്തലുകൾ നടത്തി. അവന്റെ പ്രവർത്തനം സമൂഹത്തിന് വലിയ സഹായമായി. ഒടുവിൽ രാഹുൽ ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞനായി മാറി. ഒരു ദിവസം അവനെ തന്റെ പഴയ ഗ്രാമത്തിലെ സ്കൂളിലേക്ക് ക്ഷണിച്ചു. കുട്ടികളെല്ലാവരും അവനെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. സ്കൂളിന്റെ വേദിയിൽ നിന്നുകൊണ്ട് രാഹുൽ തന്റെ ബാല്യകാല കഥ പറഞ്ഞു. തെരുവ് ലൈറ്റിന്റെ കീഴിൽ പഠിച്ച ദിവസങ്ങൾ, പരിഹാസങ്ങൾ, ബുദ്ധിമുട്ടുകളെല്ലാം. പിന്നെ അവൻ കുട്ടികളോട് പറഞ്ഞു, ഞാൻ ഈ ഗ്രാമത്തിലെ ഒരു സാധാരണ കുട്ടിയായിരുന്നു. എനിക്ക് ധാരാളം സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഒരിക്കലും എന്റെ സ്വപ്നം ഉപേക്ഷിച്ചില്ല. നിങ്ങൾക്കും സ്വപ്നം കാണാൻ പേടിക്കരുത്. പരിശ്രമിച്ചാൽ ഒരു ദിവസം നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. കുട്ടികളെല്ലാവരും വലിയ കയ്യടിയോടെ അവനെ അഭിനന്ദിച്ചു. ആ ദിവസം രാഹുലിന്റെ കഥ ആ സ്കൂളിലെ കുട്ടികൾക്ക് വലിയ പ്രചോദനമായി. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ധൈര്യവും പരിശ്രമവും ആത്മവിശ്വാസവുമുണ്ടെങ്കിൽ മനുഷ്യന് തന്റെ സ്വപ്നങ്ങൾ നേടാൻ കഴിയും. സ്വപ്നം കാണുക, പരിശ്രമിക്കുക, ഒരിക്കലും കീഴടങ്ങരുത്. വിജയം തീർച്ചയായും നിങ്ങളെ തേടിയെത്തും.